നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ AX + BY + C = 0. അതിൽ എയും ബിയും സിയും അതിൻ്റെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എയും ബിയും 0 ആവാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ഇവിടെ ഉണ്ട്. കണ്ടോ, എക്സും വൈയും അങ്ങനെ 2 വേരിയബിളിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ ആണ് എന്ത്, AX + BY + C = 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ, അപ്പോൾ 2 ലീനിയർ ഇക്വേഷൻസ് അതിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് 2 മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും, നമ്മൾ ഗ്രാഫൊക്കെ വരച്ചിട്ട്, ഇതെല്ലാം നമുക്കറിയാം ലീനിയർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മളതിൽ പോയിന്റ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാതെ നമ്മുടെ ഓൾജിബ്രേക്ക് മെത്തേഡ്, അത് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യണത്. അതിൽ തന്നെ 2 മെത്തേഡ് വരും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും വരും, അതല്ലാതെ എലിമിനേഷൻ മെത്തേഡും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഓൾജിബ്രേക്ക് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓൾജിബ്രേക്ക് മെത്തേഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെ ഒരു 2 ഇക്വേഷൻ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും തരിക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അഖില ഒരു ഫെയർ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ജയൻറ്റ് വീലുണ്ട്, അതേപോലെ തന്നെ ഹൂപ്ല എന്ന് പറയുന്നത് നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഓരോ റിങ്സ് തരും. ആ റിങ് നമ്മൾ എറിയുമ്പം കറക്റ്റ് അതിൻ്റെ ആ നടുവിൽ എത്തുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ആ വസ്തുവിൻ്റെ ഏതാണോ ഒരു തിങ്സ് അതിൻ്റെ നടുവിൽ നമുക്ക് എറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ സാധനം നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഹൂപ്ല എന്ന് പറയുന്നത്. അപ്പോൾ 2 അവൾ ജയൻറ്റ് വീലും കളിച്ചു, അതേപോലെ തന്നെ ഈ ഹൂപ്ല കളിച്ചു. അപ്പോൾ എത്രയാണോ അവൾ ജയൻറ്റ് വീല് കളിച്ചത് അതിൻ്റെ ഹാഫാണ് ഹൂപ്ല കളിച്ചത്. അപ്പോൾ അതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റൂലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് റൈഡ്സ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പോലെ ഒരു പ്രോബ്ലം പറഞ്ഞതാണ്. നമ്പർ ഓഫ് റൈഡ്സ്, എത്ര പ്രാവശ്യം ജയൻറ്റ് വീലിൽ കളിച്ചു എന്നുള്ളത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ട് എടുക്കാം. വൈ എന്ന് പറയണത് അവൾ എത്ര പ്രാവശ്യം ഹൂപ്ല കളിച്ചു, ആ ഒരു ഗെയിം, ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഗെയിം എന്ന് വിചാരിച്ചാൽ മതി, അത് എത്ര പ്രാവശ്യം കളിച്ചു. അപ്പോൾ വൈ എന്ന് പറയുന്നത് അവൾ അല്ലെങ്കിൽ ഹൂപ്ല കളിച്ചത് എത്ര പ്രാവശ്യം ഒരു ജയൻറ്റ് വീലിൽ റൈഡ് ചെയ്തു, അതിൻ്റെ ഹാഫേ അവൾ ഹൂപ്ല കളിച്ചിട്ടുള്ളൂ. അപ്പോൾ y = ½ x. പിന്നെ അവളുടെ കയ്യിൽ 20 rupees ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ജയൻറ്റ് വീലിന് 3 rupeesഉം ഹൂപ്ല കളിക്കാനായിട്ട് 4 rupeesഉമാണ് എടുത്തത്. അപ്പോൾ ജയൻറ്റ് വീൽ റൈഡ്സ് നമ്മൾ x ആയിട്ട് എടുത്തു, അപ്പോൾ 3xഉം ഹൂപ്ല നമ്മൾ y ആയിട്ട് എടുത്തു. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4y ആണ്. ടോട്ടൽ അവൾ 20 rupees സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3x + 4y = 20. അപ്പോൾ കണ്ടോ, നമുക്ക് ഇതേപോലെ 2 ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത്, ഇതിപ്പോൾ എക്സിലും വൈയിലാണ്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ വേണം, എന്നാലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവൾ എത്ര പ്രാവശ്യം ജയൻറ്റ് വീലിൽ റൈഡ് ചെയ്തു, എത്ര പ്രാവശ്യം അവൾ ഹൂപ്ല കളിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻ തരും, അപ്പോൾ അതിൽ നിന്ന് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മളിതിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം ഗ്രാഫിക്കൽ മെത്തേഡിൽ. അതിനു മുമ്പ് 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് A1x + B1y + C1 = 0 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. അതുപോലെ അടുത്തത് നമുക്ക് A2x + B2y + C2 = 0 എന്ന് എടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആണ്. A1 B1 അതുപോലെ A1 B1 C1 A2 B2 C2 എന്നൊക്കെ പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ A1² + B1² 0 ആവാൻ പാടില്ല. അതുപോലെ A2² + B2² 0 ആവാൻ പാടില്ല. ഇനി നമുക്ക് എന്താണ് ഒരു കൺസിസ്റ്റൻറ്റ് സിസ്റ്റം നോക്കാം. നമുക്ക് ഇനി വരാൻ പോകുന്ന ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 വാക്കാണ് കൺസിസ്റ്റൻറ്റും ഇൻകൺസിസ്റ്റൻറ്റും. കൺസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻറ്റ്. എന്താണ് കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഇൻകൺസിസ്റ്റൻറ്റ്? ഒരു സിസ്റ്റം ഓഫ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഈസ് കൺസിഡേർഡ് കൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ. ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഒരു കൺസിസ്റ്റൻറ്റ് ഇക്വേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയും.
ഇനി ഇതിന് ഒരു സൊല്യൂഷനും ഇല്ല എങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ലീനിയർ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഒരു ലീനിയർ ഇക്വേഷൻ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ അത് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് വരിക. പരാബോളയോ എലിപ്സോ അങ്ങനെയുള്ള ഫിഗറൊന്നും നമുക്ക് കിട്ടില്ല, ഒരു സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇക്വേഷൻ നമുക്കുണ്ട് അല്ലേ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ രണ്ട് സ്ട്രേറ്റ് ലൈൻ വരും. അപ്പോൾ അവിടെ 3 പോസിബിലിറ്റീസ് വരുന്നുണ്ട് അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ എങ്ങനെ വരാം? സ്ട്രേറ്റ് ലൈൻ അല്ലേ, ഒന്നിൽ രണ്ടും കൂടിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാം അല്ലേ, ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടും പാരലൽ ലൈൻസ് ആയിട്ട് വരാം ഒരിക്കലും ജോയിൻ ചെയ്യാതെ പാരലൽ ലൈൻസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ എന്തായിട്ട് വരും? കോയിൻസിഡൻറ്റ് ലൈൻസ്, ഒന്നിൻ്റെ തന്നെ തുടർച്ചയായിട്ട് മറ്റേ ലൈൻ, ഒന്നിൽ തന്നെ മറ്റേ ലൈനായിട്ട് വരാം. രണ്ടും സെയിം സ്ട്രേറ്റ് ലൈനായിട്ട്, അങ്ങനെ കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിട്ട്, അങ്ങനെ 3 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ വരച്ചു, ഗ്രാഫിൽ നമ്മൾ വരച്ചപ്പോൾ രണ്ട് സ്ട്രേറ്റ് ലൈനാണ്. ആ രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇൻ്റർസെക്റ്റ് ചെയ്തു എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഒരു യുണീക്ക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷനേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു യുണീക്ക് സൊല്യൂഷൻ ആ ഒരു പെയർ ഓഫ് ഇക്വേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത്, രണ്ട് ലൈൻസും കോയിൻസിഡൻ്റ് ആണെന്ന് വിചാരിക്കുക. കോയിൻസിഡൻറ്റ് ലൈൻസ് ആയിട്ട് വരുന്ന സമയത്ത് അവിടെ എന്താണ്? അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. എന്തുണ്ട്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. കണ്ടോ? കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും, ഇൻ്റർസെക്റ്റ് ലൈൻസ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉണ്ട് അല്ലേ, അതുകൊണ്ട് ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് പറയാം, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം അല്ലേ. ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്, കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിലും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. രണ്ട് കേസിലും അവിടെ സൊല്യൂഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ രണ്ട് കേസിൽ നമുക്കതൊരു കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം, സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. ഇനി ലൈൻസ് പാരലായിട്ട് വന്നാലോ? നമ്മൾ വരയ്ക്കുന്ന രണ്ട് ലൈൻ എവിടെയും കൂട്ടിമുട്ടുന്നില്ല, രണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് വന്നു അല്ലേ. ഇതേപോലെ രണ്ട് പാരലൽ ലൈൻസോ അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിനെ നോ സൊല്യൂഷൻ. ആ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷനേ ഇല്ല. അതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ തരും, രണ്ട് ഇക്വേഷൻ, അത് ഇതുപോലെ ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മളതിൽ രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ അത് പാരലൽ ലൈൻസ് ആണോ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇതറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ, നമ്മളിപ്പോൾ രണ്ട് ലൈൻ എടുത്തു, നമുക്കത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിട്ട് വന്നു. കണ്ടു? ഇതേപോലെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? a1x + b1y + c1 = 0. ആദ്യത്തെ ഇക്വേഷൻ്റെ ജനറൽ ഫോം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a2x + b2y + c2 = 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഗ്രാഫായിട്ട് വരച്ചു, രണ്ട് സ്ട്രേറ്റ് ലൈനാണ്, ഇൻ്റർസെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇൻ്റർസെക്റ്റ് ആയിട്ട് കിട്ടി നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റുകളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് a1 a2 എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, b1 b2 വൈൻ്റെ കോഎഫിഷ്യൻ്റ്, അതുപോലെ c1 c2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ a1/a2 b1/b2 നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ അതെന്താണ്? ഈക്വൽ അല്ല. അപ്പോൾ a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ അതിന് യുണീക്ക് സൊല്യൂഷൻ, അതായത് അത് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കും. നമുക്കറിയാം ഇൻ്റർസെക്റ്റ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആണെന്ന്. അപ്പോൾ വരയ്ക്കാതെ നമുക്ക് ഇങ്ങനെ നമ്മളിതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാലും നമുക്ക് പറയാൻ പറ്റും അത് സൊല്യൂഷൻ ഉണ്ടോ സൊല്യൂഷൻ ഇല്ലേ ഏതാണെന്നുള്ളത്. ഇനി കോയിൻസിഡൻറ്റ് ലൈൻ, കണ്ടോ? ഒരു ലൈനിൽ തന്നെ രണ്ട് ഇക്വേഷൻ്റെയും ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരേ സെയിം സ്ട്രേറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നു. അതിൽ നമുക്കറിയാം എന്താണ് കോയിൻസിഡൻറ്റ് ലൈൻസ് ആണ്, നമുക്കറിയാം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. അതിൽ നമ്മൾ ഇതുപോലെ a1/a2 b1/b2 c1/c2 ചെക്ക് ചെയ്യുമ്പോൾ 3 നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. കണ്ടോ? അത് കോയിൻസിഡൻ്റ് ആണ്, അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാതെ നമുക്ക് ഈ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാരലൽ ലൈൻസ് നമ്മൾ പറഞ്ഞു, നോക്കിയാൽ രണ്ട് ലൈൻ പാരലായിട്ട് വന്ന് എവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമുക്കറിയാം അതിന് സൊല്യൂഷൻ ഇല്ലയെന്ന് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ a1/a2 ഇതുപോലെ b1/b2 c1/c2 കണ്ടുപിടിച്ചപ്പോൾ a1/a2 = b1/b2 ആണ്, പക്ഷെ ദാറ്റ്സ് നോട്ട് ഈസ് ഈക്വൽ ടു c1/c2 നമുക്ക് കിട്ടി. അങ്ങനെ വരുന്ന കേസിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും, നോ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാതെ നമുക്ക് ഈ റേഷ്യോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ ലൈൻസ് എങ്ങനെയുള്ള ലൈൻസാണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയുള്ളതാണെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ. ഈക്വൽ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ നമ്മുടെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസും, 3 റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ
നമ്മുടെ കോയിൻസിഡൻറ്റ് ലൈൻസ് ആണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ റേഷ്യോ ഈക്വലും പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈക്വൽ അല്ലെങ്കിൽ അത് നമ്മുടെ പാരലൽ ലൈൻസ് ആണ്, അതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്നത്. ഇനി നമുക്ക് അത് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. 2 ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ട് അത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആണ്, അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ ഒരു 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്